ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോ ഇടുക്കി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലം ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനും പീരുമേടിനും ഇടയ്ക്കുള്ള പാമ്പനാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളാലും അതുപോലെ അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായ പരുന്തുംപാറ വയലും പിന്നെ തൊട്ടപ്പുറത്തുള്ള പട്ടുമലപ്പള്ളിയും അങ്ങനെയുള്ള കുറേ ചുറ്റുവട്ട ഭംഗിയുള്ള കാഴ്ചകളുടെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ പാമ്പനാർ. ഒരുപാട് തേയിലത്തോട്ടത്തിലുമൊക്കെ ആയിട്ടുള്ള തൊഴിലാളികളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ടുള്ള ആൾക്കാർ, അതും കൂടുതലും തമിഴ്നാട്ടുകാരായ ആൾക്കാരാണ് ഈ മേഖലയെല്ലാം കൂടുതലും. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ടുണ്ട്, മുക്കൊലിപ്പും ജലദോഷമൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇവിടെ ചുറ്റോടി ചുറ്റും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു റോഡ് ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാൻഡ്രം, അതുപോലെ തന്നെ തപ്പക്കുളം എന്ന് പറയും, അല്ലെങ്കിൽ ചാർലിക്കുളം എന്ന് പറയും, ആ ഒരു മേഖലയിലേക്കൊക്കെയാണ് ഈ വഴി പോകുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ടൗൺ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായ ഒരുപാട് തേയിലത്തോട്ടമൊക്കെ ഉള്ളൊരു മേഖലയാണേ. ഈ വലത്തോട്ട് കിടക്കുന്ന വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ കുട്ടിക്കാനല്ല, ഏലപ്പാറ കട്ടപ്പന ആ റൂട്ടിലൊക്കെ പോകാട്ടോ. നമുക്ക് ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് കേക്ക റോഡിലോട്ട് കയറാവേ. കേക്ക റോഡിൽ വന്നു കഴിയുമ്പോൾ വലത്തോട്ടുള്ള വഴി കോട്ടയൊക്കെ പോകുന്നതാണ്. നമുക്ക് പോകേണ്ട റോഡ് ഇതാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ഇവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പഴയ പാമ്പനാട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. പഴയ പാമ്പനാട്ടിൽ നിന്ന് നമ്മൾ നടന്ന് തന്നെ പുതിയ പാമ്പനാർ വരെ പോയി ചന്തയൊക്കെ കണ്ട് വരാനാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാനൊക്കെ. ഇവിടെ ഒരു പാർട്ടി ഓഫീസ്, പച്ചമീൻ മാർക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാം. തൊട്ടപ്പുറത്തായിട്ട് പച്ചക്കപ്പയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതല്ല, ശരിക്കും ചന്തയൊക്കെ അപ്പുറത്തോട്ടാണ് കേട്ടോ. പഴയ കാലത്ത് ഇവിടെയൊക്കെ ചന്തയായിട്ടുണ്ടായിരുന്നത്, അതാണ് ഈ പഴയ പാമ്പനാർ എന്നറിയപ്പെടുന്നത്. വർഷങ്ങൾ കുറേ കടന്നു പോയപ്പം ആൾക്കാരുടെ സൗകര്യാർത്ഥമൊക്കെ ആയിട്ട് ടൗണൊക്കെ മാറ്റി പുതിയ പാമ്പനാറിലോട്ടൊക്കെ മാറിയതാണ്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. നമ്മൾ മെയിൻ റോഡ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പുറകിൽ നിന്ന് വാഹനങ്ങൾ വന്നിങ്ങനെ ഹോണടിക്കുവേ. ഇവിടെ ഇപ്പോഴും കടകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ അത്ര വിപുലമായ കടകളൊന്നും ഇവിടെ ഇങ്ങനെ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയൊക്കെ റോഡിന് വീതി കുറവാണ്. ശബരിമല സീസൺ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു തിരക്കായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 വാഹനത്തിന് പോകാനുള്ളൊരു വീതി ഈ നാഷണൽ ഹൈവേക്ക് ഇല്ല കേട്ടോ. ഇത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന റോഡാണ് കുമളിയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ആ പാമ്പനാട്ടിലേക്കുള്ള ദൂരം. രാവിലെ എന്നാന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്തൊക്കെ വേണമല്ലോ. അത് കാരണമാണ് ഇച്ചിരി നീളം കൂട്ടി പിടിച്ചേക്കാന്ന് വെച്ചേ. ഈ പഴയ പാമ്പനാട്ടിൽ ഇറങ്ങി തന്നെ നടന്നു പോയിട്ട് പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും പിന്നെ വീടുകളും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമല്ലോ. പക്ഷേ അപ്പോഴേക്കും ഇതപ്പോൾ ഒരു മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്യോ? കാലാവസ്ഥ മൊത്തത്തിലൊരു ഡാർക്കാണ് കേട്ടോ. അതിനാന്ന് വെച്ചാൽ മഴക്കാറ് കയറി കർക്കിടക മാസവും എല്ലാം കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഒരു പഴയ വീടും അതിനോട് ചേർന്നുള്ളൂ ഒരു മരം, ഇങ്ങനെ മഞ്ഞ പൂക്കളൊക്കെ ഇട്ട് താഴെയും മുകളിലെല്ലാം മഞ്ഞല്ലേ, മഞ്ഞപ്പൂക്കൾ. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഈ റോഡെ നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും. ഇവിടെ ഒരു പള്ളി കാണാം, സെൻറ്റ് ജെയിംസ് CSI ചർച്ച് പാമ്പനാർ. അപ്പോൾ ആ ഒരു പള്ളി അങ്ങനെ ഒത്തിരി ഭംഗിയുണ്ടോ കാണാൻ. അതുകൊണ്ട് ആ കാണുന്നതാണ്. അവിടെ ഒരു മരമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ പള്ളിയും കൂടെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ ആ ഒരു മലഞ്ചെരുവിൽ കൂടെ ഇങ്ങനെ അടുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളത് കൂടുതൽ ഇങ്ങനത്തെ വീടുകൾ ഒരുപാട് കണ്ടിട്ടുള്ളത് വട്ടവട, കാന്തല്ലൂർ ആ റൂട്ടിലൊക്കെ പോകുമ്പോൾ അല്ലേ ഇങ്ങനെ പല കളറിലുള്ള വീടുകളൊക്കെ. ഇവിടെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് പള്ളിയാണ്. മാർത്തോമ ചർച്ച്, സെൻറ്റ് ജോർജ് മാർത്തോമ ചർച്ച് പാമ്പനാർ. അതിന് മുകളിൽ അവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള പള്ളിയുണ്ടല്ലോ, അത് നമ്മൾ കുറച്ചുകൂടെ മുന്നോടിയല്ലേ നമുക്ക് കാണാൻ പറ്റുമേ.
ഇന്ന് ഞാൻ സ്കൂട്ടറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സ്കൂട്ടർ എടുക്കാതെ വന്ന ഏലപ്പാറ വീഡിയോ ഒക്കെ ചെയ്തു പോയത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഭംഗിയുള്ള, ഇതിനെക്കാട്ടി ഭംഗിയുള്ള തേയിലത്തോട്ടത്തിൻ്റെ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നേ. ഇവിടെയും കിട്ടും. നമുക്ക് മുകളിലോട്ട് ചെന്നിട്ട് പട്ടുമല പള്ളിയുടെ അവിടെ ചെന്നാൽ നല്ല തേയിലത്തോട്ടങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുമേ. സമയം വെക്കുകയാണെങ്കിൽ, കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വാഹനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണല്ലോ. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വളവില്ലേ, അവിടെ കൂടെ കഴിഞ്ഞാൽ പുതിയ പാമ്പനാറിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് കയറുവേ. ഇരിക്കാൻ വെച്ചിരിക്കുകയാണ് സോഫ സെറ്റ്, അങ്ങനെയുള്ള അലമാര സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. പള്ളി കഴിഞ്ഞൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേ അങ്ങോട്ട് പോയാൽ, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ടൈമില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടോ, അല്ലിയാങ്കൽ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് റിസോർട്ടൊക്കെ കാണാതെ, അതിനോട് ചേർന്ന് മറ്റൊരു ബിൽഡിങ്ങും കൂടെ കാണാം. അതൊരു വീടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടല്ലോ. പാമ്പനാർ ടൗണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ ഒരു പാമ്പനാർ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ അപ്പുറം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലെ മുകളിലേക്ക് ഒരു വഴിയൊക്കെ കയറി പോകുന്നുണ്ട്. ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ അടവാണ് ഞായറാഴ്ച ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പാമ്പനാർ. ആ ബസ് ഏലപ്പാറയിൽ നിന്ന് കുമിളിക്ക് പോകുന്ന ബസ്സാണ്. കൊണ്ടോടി അങ്ങ് ദൂരെ മുകളിലായിട്ട് കാണുന്നത് ശ്രീനാരായണ കോളേജാണ് കേട്ടോ. അത് അവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പാമ്പനാർ നമുക്ക് അത് പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്കാണ് നല്ലതായിട്ട് കാണാൻ പറ്റുക. ഇവിടുന്ന് ഒരു കുറഞ്ഞ രീതിയിലൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ പള്ളികളൊക്കെ ഉണ്ട്. ആ പള്ളിയിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ആ പള്ളി. ഇത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച് പാമ്പനാർ. ഞാനിനി ഇങ്ങോട്ട് വന്ന വഴി പറഞ്ഞില്ല എന്ന് പറയരുത്. ഞാൻ നമ്മുടെ കട്ടപ്പനയ്ക്ക് ഇവിടുത്തെ ലെപ്പക്കടയിൽ നിന്ന് നമ്മുടെ സിറ്റിയിൽ നിന്ന് ബസ് കയറി കുട്ടിക്കാനം വന്നിറങ്ങി. കുട്ടിക്കാനത്ത് നിന്നും പാമ്പനാട്ടിലേക്കുള്ള ബസ്സിന് കയറി പഴയ പാമ്പനാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ പുതിയ പാമ്പനാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി വഴിയൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്ന വഴിയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഗ്രീനറി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണേ. മാത്രമല്ല ആ ഭാഗത്തുനിന്ന് അതാ മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രീനറിയും അതിൻ്റെ കൂടെ മഞ്ഞും. പക്ഷേ ഇച്ചിരി ലൈറ്റിങ് കുറവാണ് കേട്ടോ. അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഞാൻ കൂട്ടിയിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കിട്ടുന്ന ആ ഒരു ഒറിജിനലുണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അപ്പം പാമ്പനാർ ടൗണിൻ്റെ ഒരു ദൂര കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് കാണാതെ കാണുന്നതാണ് പാമ്പനാർ. ഒരു എസ്റ്റേറ്റ് മേഖല പട്ടണമാണ് കേട്ടോ. കൂടുതലും തോട്ടം തൊഴിലാളികളാണ് ഈ ഭാഗത്തുള്ളത്. 2 KSRTCകൾ കൊമ്പ് തുറക്കുന്നു. ഒന്ന് കോട്ടയത്തിനും ഒന്ന് കുമിളിക്കും. കുമിളിക്ക് ഇവിടെ നിന്നുമുള്ള ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 28 കിലോമീറ്ററാണ് കേട്ടോ. അപ്പം നമ്മൾ 12 കിലോമീറ്റർ കുട്ടിക്കാനത്ത് നിന്നും ഇങ്ങോട്ട് വന്നു. കുട്ടിക്കാനത്ത് നിന്നും 40 കിലോമീറ്ററാണ് കുമിളിക്കും, 40 കിലോമീറ്ററാണ് കട്ടപ്പനയ്ക്കും. സെയിം ദൂരമാണ്. പാമ്പനാർ ടൗണിന് ഇപ്പുറത്തായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സെവനാലയ എന്നാണ്. സെവനാലയ എന്ന് പേര് വരാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ, സെവനാലയ ഹെൽത്ത് സെൻറ്റർ, അതായത് ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സെവനാലയിലെ ഹോസ്പിറ്റലൊക്കെയാണ് ആ മൂലയ്ക്ക്. അവിടെ ഒരു പഴയ കെട്ടിടമൊക്കെ കാണുന്നുണ്ട്. സെവനാലയ റൂറൽ ഹെൽത്ത് സെൻറ്റർ, അതാണ് ആ കാണുന്നത് കേട്ടോ. ശരിക്കും ഈ മേഖലയൊക്കെ ഒരു കാലഘട്ടത്തിൽ അതിഭയങ്കരമായിട്ട് വനമായിട്ടൊക്കെ കിടന്നൊരു സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ തുടർന്നും അവരുടെ തേയിലക്കൃഷിയും മറ്റ് പരിപാടികളൊക്കെ, കൃഷി രീതികളൊക്കെ വന്നപ്പോൾ തൊഴിലിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് പാർട്ടിച്ച് ഈ മേഖലയൊക്കെ അന്നേ അവർ ജനസമ്പർക്കമാക്കിയെടുത്ത്. ഇപ്പോൾ നമ്മൾ ആദ്യം വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തോട്ടായിരുന്നു കുട്ടിക്കാനത്തോട് ചേർന്ന് കൂടുതലായിട്ടുള്ള തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ജനങ്ങൾ അന്ന് വന്ന്
അതും തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു കൂടുതലും. മലയാളികളൊന്നും അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ സന്തതി പരമ്പരാഗതമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്ക് പോകുമ്പോൾ അതെല്ലാം കാണാം. പക്ഷേ അവർക്ക് നല്ല രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കാൻ അറിയാം. തമിഴ്നാടായിട്ട് അവർക്കിപ്പോൾ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അവരുടെ എല്ലാം ആധാറും റേഷൻ കാർഡും വോട്ടർ ഐ ഡിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ, കേരളത്തിൽ തന്നെ. നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദൂരമായിട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്, അതിൽ കൂടുതൽ ദൂരമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെവനാലയം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ചിപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നേ ഉള്ളേ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്, പക്ഷേ എല്ലായിടത്തേക്കും ഒന്നും പോയി എത്താൻ പറ്റില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പാമ്പനാറ് ചന്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഇപ്പോൾ നമ്മളെ തട്ടിയിടുന്ന മാതിരിയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ വഴിക്ക് വീതി കുറവാണ്. അതാണ് അതിൻ്റെ കാര്യം. ശരിയായ രീതിയിൽ വീതി ആയിട്ടില്ല. ഈ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് നല്ല പൂച്ചെടികളൊക്കെ ഇരിക്കുന്നു. ഇവിടെ നമുക്കൊരു കുരിശുപള്ളിയൊക്കെ കാണാവേ. ഇതിൻ്റെ ഒരു പള്ളി, അതുകൊണ്ട് ഒരു പഴയ പള്ളി അവിടെ മുകളിൽ നമുക്ക് കാണാം. നമ്മൾ ചേർന്നൊരു കുരിശുപള്ളി. ഈ ഒരു ഭാഗത്ത് ഒരു 2-3 പള്ളിയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അപ്പുറത്തെ വളവിൽ കയറി നിന്നാൽ ആ പള്ളികളെല്ലാം വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. അതിന് മേളിലായിട്ട് മറ്റൊരു പള്ളിയും കൂടെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളിപ്പോൾ കണ്ട പഴയ പള്ളിയില്ലേ, ഒരു പഴക്കമുള്ള പള്ളി, അതുണ്ട്. നമുക്ക് IELC ചർച്ച് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. പിന്നെ മുകളിലത് ആ പുതിയ പള്ളിയുടെ ഒരു കാഴ്ച നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാവേ. അങ്ങോട്ട് കയറിപ്പോയാലോ. അപ്പോൾ ഇവിടെ ഒരു പഴയ പള്ളി, ഇതിൻ്റെ അപ്പുറത്ത് പുതിയ പള്ളി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയ പള്ളിയുടെ ഒരു വ്യൂ ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇവിടെ ഒന്നിങ്ങനെ കാണാം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടേക്ക് പാമ്പനാറ് സിറ്റിയിലേക്ക് മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയൊക്കെ ഒന്ന് കാണാവേ. കുറേ പഴക്കമുണ്ടോ. ഇവിടെ ഇപ്പോൾ ആരാധനയൊന്നും ഇല്ലെന്നു, മുകളിലത്തെ പള്ളിക്കൽ ആരാധനയൊക്കെ. അപ്പോൾ ഈ പള്ളിയുടെ പുതിയ പള്ളിയാണ് മുകളിൽ കാണുന്ന ആ പള്ളി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാല്ലേ. അപ്പോൾ നമുക്ക് ഇതാ പള്ളി മുറ്റത്ത് നിന്ന് ഈ ഒരു പള്ളി കാണാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ പാമ്പനാർ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച കാണാവേ. പിന്നെ നമ്മൾ നടന്നു വന്ന ആ ഒരു റോഡൊക്കെ, പള്ളി മുറ്റത്ത് നിന്നുള്ള പള്ളിയുടെ കാഴ്ചകൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 360 വ്യൂവിലുള്ളൊരു കാഴ്ച നമുക്ക് പള്ളി മുറ്റത്ത് നിന്ന് താഴോട്ടേക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല റോഡിലേക്ക് വന്നു കേട്ടോ. റോഡിൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം കടന്നു പോകാനായിട്ട്. എൻ്റെ പുറകിലായിട്ട് പള്ളിയെ കാണാവും. ഈ പള്ളിയുടെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള 3 പള്ളികളുടെയും കൂടെ നമുക്ക് കിട്ടുന്നു കേട്ടോ. അതൊന്ന് കണ്ടുവരാം. എങ്ങനെയുണ്ട് ഈ ഒരു കാഴ്ച? കിട്ടില്ല കാഴ്ചയല്ലേ. ഇപ്പുറത്തെ പഴയ പള്ളി, ഇതെല്ലാം ഒരു പള്ളിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് തോന്നുന്നു കേട്ടോ. അതൊരു പ്രാർത്ഥനാലയം താഴെയായിട്ട്, മെയിനായിട്ടുള്ള പള്ളി മുകളിലുള്ളത് തന്നെ. ഇനി അങ്ങോട്ടാണ് പാമ്പനാറ് ടൗണിൻ്റെ കാഴ്ചകൾ. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ നമ്മൾ കയറുന്നില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്ന കാരണം ഇപ്പോഴത്രത്തോളം ഒരു വിശപ്പൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഈ ക്ലൈമറ്റ് ഒന്ന് തെളിഞ്ഞ് കിട്ടുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റിയൊക്കെ കിട്ടിയാനെ. ഇവിടെ കണ്ടോ, ഞാൻ റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയപ്പം ഇങ്ങോട്ടൊരു നല്ല വ്യൂ ഉണ്ട്. മഞ്ഞിറങ്ങി വരുന്ന മാമലകളും അതിനിടയ്ക്കുള്ള കുറേ മനോഹരമായ വീടുകളും പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു ഒക്കെ ആയിട്ടേ. പാമ്പനാർ മാർക്കറ്റൊക്കെ ഈ ഒരു കെട്ടിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ മുകളിൽ കൂടെയൊക്കെ ഒരുപാട് താമസക്കാരുമുണ്ട്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഫോട്ടോ സ്റ്റാൻഡ് നമുക്ക്
ഇവിടുന്ന് മുകളിലോട്ട് കയറാനൊരു വഴിയുണ്ട് കേട്ടോ, ബസ് കിടക്കുന്നതിൻ്റെ അപ്പുറത്തുനിന്ന്. പക്ഷെ നമ്മൾ റോഡേ തന്നെ പോയിട്ട് മുകളിൽ മാർക്കറ്റിൽ കൂടെ കയറി വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നപ്പോൾ തിരക്കായി. അതിലേ ഒരു വഴിയുണ്ട്, അതിൽ നമുക്ക് കയറി പോവാം. ഇതിൻ്റെ അപ്പുറത്തെ ഒരു വളവിൽ ഒരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാവേ. കഴിഞ്ഞ ഒരു വേനൽക്കാലം ലാസ്റ്റ് അവിടെ നിന്ന് വന്ന ഒരു KSRTC ബസ്, ഈ CCTVയിലൊക്കെ എല്ലാവരും കണ്ടതാണ്. ബസ് വന്നിട്ട് ഒരാളെ ഇടിച്ച് കയറ്റിക്കളഞ്ഞു. അവിടെ നിന്നൊരു ബൈക്ക് ക്രോസ് ചെയ്ത് കയറിയപ്പോൾ വണ്ടി മാറ്റിയതാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ അത് ബസ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പം ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുകളിലോട്ടൊരു റോഡുണ്ട്. ആ റോഡിന് വേണം മാർക്കറ്റിലോട്ട് കയറിപ്പോൾ. ഇതാ ഈ വണ്ടി കിടക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗത്തായിരുന്നു ആ ബസ്സിൻ്റെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. അത് CCTVയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വാർത്തയൊക്കെ ഉണ്ടായിരുന്നത്. ഇതാണ് ചന്തയിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വന്നാൽ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ഈ കടയിൽ കയറും കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചോറൊക്കെ കിട്ടുമേ. മിക്കവാറും ഇവിടെ വരുമ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ വരാറ്. ഇവിടെ കുറേ കയറ്, പച്ചക്കറികൾ എന്നുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്ത് മീറ്റ് മാർക്കറ്റൊക്കെയാണ്. അത് നമുക്ക് ഒത്തിരി കാണിക്കാൻ പറ്റുമല്ലോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി സൂക്ഷിച്ച് പോകണം. വാഹനങ്ങളും ആൾക്കാരും എല്ലാം കൂടെയാണ്. ഇവിടെ മീറ്റിൻ്റെയാണ്. ഇനി അങ്ങോട്ട് കടകളുടെ കുറേ കാഴ്ചകളൊക്കെ ആണ്. പഴം, പച്ചക്കറികൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏലപ്പാറ പോയാലല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കടകളിൽ ആൾക്കാർ സാധനമൊക്കെ മേടിക്കാൻ വന്നിരിക്കുന്നു. നല്ല നാടൻ പച്ചക്കപ്പയൊക്കെ ഉണ്ടോ. ഇവിടെ കൊണ്ട് നല്ല തിരക്കാട്ടോ. ഫോട്ടോയും ഒക്കെ ആയിട്ട് ചെറിയ വാഹനങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും ഉണ്ട് നല്ല പഴം, പച്ചക്കറികളൊക്കെ. ഷർട്ടൊക്കെ വില കുറച്ച് മേടിക്കാം. എന്നാ വില? ഈ ഷർട്ടൊക്കെ 100 രൂപ കേട്ടോ. പാൻ്റ് എന്നാ വില? 100 രൂപ. പാൻ്റ് ഷർട്ട് 100 രൂപ ഉള്ളൂ. പേരെന്നാ? അബ്ദുള്ള. ഞാൻ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ മാർക്കറ്റെല്ലാം பார்த்துட்டு പോലെ. ശരി. ഇവിടെ പഴം, പച്ചക്കറികൾ അങ്ങനത്തെ ഈ മേലെ കണ്ടല്ലോ. ഈ പഴങ്ങളൊക്കെ കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ താഴേന്ന് ഒരു ഷോർട്ട് കട്ട് വഴിക്ക് കയറി വരുമല്ലേ, അത് ഈ വഴിക്കാണ് വരുന്നത് കേട്ടോ. ഇതിലേ ഇങ്ങനെ വന്നിട്ട് വരുമ്പോൾ തന്നെ കണ്ടോ ഇവിടെയൊക്കെ നല്ല മാർക്കറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിലേ താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോവേ. പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം. ഇതാണ് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ആ ഒരു വഴിയെ. നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. എന്നാ പേര്? ഓക്കെ. ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയാണ്. വിനോ ഇടുക്കി. ഇവിടെ മുണ്ടൊക്കെ വിൽക്കുന്നു. ഇങ്ങനെ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ വിവിധ ഇനത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ഞായറാഴ്ചയൊക്കെ വന്നാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുള്ളൂ. ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. ഇവിടെ കുറച്ച് ചെരുപ്പൊക്കെ വില കുറച്ചൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ചെരുപ്പുകളൊക്കെ വിലക്കുറവാണ്. ചെരുപ്പെല്ലാം വിലക്കുറവാണോ? ചെരുപ്പെല്ലാം വിലക്കുറവാണോ? വിലക്കുറവാണോ? വിലക്കുറവല്ലേ? കളിപ്പാട്ടൊക്കെ ഉണ്ട് പിള്ളേരുടെ. ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. വില പറഞ്ഞു. പിന്നെന്നാ വില? പിന്നെ 5 രൂപ ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് 5 രൂപ. കുടുക്ക എന്നാ വില? 20 രൂപ. കുടുക്ക 20 രൂപ. അണ്ണൻ്റെ പേരെന്നാ? എൻ്റെ പേര് അസീസ്. എവിടെയാണ് താമസിക്കുന്നത്? കല്ലാറ്. ഇതന്നെ വ്യാപാരം. കൊള്ളാം, അടിപൊളി. ഞാൻ ഫാമിലിയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിക്കാം. ഇനി പാമ്പനാർ മാർക്കറ്റൊന്നും ആരും കണ്ടില്ലെന്ന് പറയുന്നത്. ഇതുണ്ട് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് ട്രിപ്പ് അടിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അത് ഞാൻ പറയുന്നത് റാണികോവിൽ. അതുപോലെ തന്നെ ഇതുണ്ട്. ഇപ്പോൾ പഴയ പോലെ നമുക്ക് തയ്യൽക്കാരെ ഒന്നും കാണാറില്ല. ഇവിടെ കച്ചായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാടൻ വാഴക്കുലകളൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ കായ്ക്കൊക്കെ നല്ല വിലയും സീസണൊക്കെ ആയിരിക്കും. ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ പഴം, പച്ചക്കറികൾ മാർക്കറ്റുകളൊക്കെയാണ് കൂടുതലും. പിന്നെ ഇങ്ങോട്ടൊക്കെ നമുക്ക് കുറേ തുണിക്കടകളൊക്കെ കാണാം കേട്ടോ. കരാർ ടെക്സ്റ്റൈൽസ്. അത് തമിഴിൽ എഴുതിയിട്ടുണ്ട്. തമിഴിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു
ടെക്സ്റ്റൈൽസും കൂടെ ഉണ്ട്. അതിൽ നല്ല ഉടുപ്പുകളൊക്കെ കിടപ്പുണ്ട്. ഇതിലൊക്കെ ഉണ്ടല്ലോ നമുക്കത് അവിടെ നോക്കും ഇവിടെ നോക്കുമ്പോൾ ആ പള്ളി കാണാം കേട്ടോ. നമ്മളങ്ങോട്ട് കയറി പോയി ആ പള്ളിയില്ലേ, ആ പള്ളിയുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ താഴെ ഇറങ്ങി ആ പള്ളിയൊന്നും കണ്ടിട്ടില്ല. ആ പള്ളിയിലൊക്കെ ഉണ്ടല്ലോ ഈ ചുവന്ന കുരിശൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വാഴപ്പൂ കണ്ടിട്ടുണ്ടോ? വാഴപ്പൂ ഇതിൻ്റെ ചുവപ്പും ഉണ്ട് മഞ്ഞയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പള്ളിയുടെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പാമ്പനാർ മാർക്കറ്റിലെ കാഴ്ചകൾ കേട്ടോ. ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റാണികോവിൽ, ലാൻഡ്രം, അതുപോലെ കപ്പക്കുളം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആ ചാർലിക്കുളമൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് 13 എസ്റ്റേറ്റിലെ ആൾക്കാർ ചന്ത കൂടുന്നൊരു സ്ഥലമാണ് ഈ പാമ്പനാർ മാർക്കറ്റ്. ഞാൻ ബസ്സിൽ വെച്ചൊരാളെ കണ്ട് പരിചയപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ കടല വേണേ മേടിക്കാം കേട്ടോ. പൊളിക്കാത്ത കടല ഇവിടെ നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. കുടുക്കയുണ്ട്, പിള്ളേരെ കളിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഒരു അച്ചായി ഇവിടുന്ന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഊത്തൊക്കെ കിടക്കുന്നു. അത് ഊത് നല്ല സൗണ്ടായിരിക്കും കേട്ടോ. തോക്കുണ്ട്, പിന്നെ എന്നാ പണ്ടത്തെ ചെണ്ട ഉണ്ടോ, ഇത് കൊള്ളാം. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്നാ പറയുന്നേ, ചുമ്മായിരിക്കാണോ? തിരക്കില്ലേ? ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി അല്ലേ? ഹെലികോപ്റ്ററൊക്കെ ഇരിപ്പുണ്ടല്ലോ, കയറി പറക്കാലോ. അപ്പോൾ ഇവിടുത്തെ സ്വന്തം ഇടുക്കിയുടെ കരിമീൻ സിലോപ്പിയ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. തേക്കടിയിൽ പിടിച്ചുകൊണ്ട് വരുന്നവരെ കേട്ടോ. കിലോ 100 രൂപയേ ഉള്ളൂ. അതാണ് ഫ്രഷ് മീൻ 100 രൂപയല്ലേ ഉള്ളൂ. പാമ്പനാർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏലപ്പാറ പോയ പോലെ ആയില്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരൊക്കെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സാധനമൊക്കെ മേടിച്ച് വീടുകളിലേക്കൊക്കെ പോകുമായിരിക്കുമേ, അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും നമുക്കിനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളില്ല. നമുക്ക് താഴെ ടൗണിലോട്ട് പോവാം. ആപ്പിൾ 100 രൂപയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ നമുക്ക് പട്ടമല പള്ളിയുടെ അടുത്തോട്ടൊക്കെ പോകാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാം, അതിനുള്ള സമയമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ, മുള്ളൻപഴം 1 കിലോ 100 രൂപ. മുള്ളൻപഴം എന്ന് പറഞ്ഞാൽ എന്ത് പഴമാണെന്ന് നമുക്ക് ചോദിക്കാം. ഈ മുള്ളൻപഴം എന്ന് പറഞ്ഞാൽ എന്നാ പഴമാണ്? മുള്ളൻപഴം എന്ന് പറഞ്ഞാൽ ഈ റംബൂട്ടാനാണല്ലേ? അതിനങ്ങനെയാണ് പേരും ഉണ്ടല്ലേ? റംബൂട്ടാനും പേരുണ്ട്, മുള്ളൻപഴം എന്നും പേരുണ്ട്. ഇത് എവിടുന്നാണ് കൊണ്ടിരുന്നത്? ഇത് റാന്നിന്നല്ലേ? കൊള്ളാം. എനിക്കിപ്പം മേടിച്ചാൽ കാര്യമില്ല, ഞാൻ കുറേ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നാറിനായി. ഇതൊക്കെ ഒന്ന് കാണിച്ചൊക്കെ അങ്ങ് പോയേക്കെന്ന് ചോദിച്ചാൽ. ഇതാണല്ലേ മുള്ളൻപഴം? കൊള്ളാം. ഒരെണ്ണം വേണം നമുക്കൊന്ന് പൊടിച്ച് നോക്കാം അല്ലേ? നല്ല മധുരമുണ്ട്. ഇത് പൊടിച്ച് ഒരു കൈ ക്യാമറ അപ്പോൾ നമുക്കൊന്ന് പൊടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ മുള്ളൻപഴം. ഇത് നമുക്ക് തിന്നാവേ. തനി സാധനം, മായമില്ല, മറിമായമില്ല, ഒന്നുമില്ലല്ലേ? നമുക്കിനിയുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഏലത്തൈ വിൽക്കപ്പെടുന്നുണ്ടോ, ഏലത്തിൻ്റെ തൈ കഴിക്കുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ചായയൊക്കെ കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. മീറ്റ് സ്റ്റാളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ പട്ടിക്കൂട്, ഇത് പട്ടിക്കൂടാണ് കേട്ടോ. പട്ടിക്കൂടാക്കാം, കോഴിക്കൂടാക്കാം. പക്ഷേ ശരിയായ കോഴിക്കൂട് എന്ന് പറയുന്ന സാധനം ഇതാണ്. രണ്ട് രീതിയിൽ അവർ പണിത് വെച്ചിരിക്കുന്നതെന്ന് മാത്രം. ഇവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അമ്പലം നമ്മൾ അപ്പുറം ഇവിടെ കണ്ടില്ല, പള്ളി മാത്രമേ കണ്ടുള്ളായിരുന്നു. ഇതിലാണ് നമ്മൾ ആ മുകളിൽ മാർക്കറ്റിലോട്ട് കയറി പോകുന്ന വഴിയെ. നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് കുറേ നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കടയിൽ കഴിയുന്ന ചായ കുടിക്കാൻ നോക്കി കേട്ടോ. ആദ്യം തന്നെ പിള്ളേർ ഉഴുന്നോടെ കൊണ്ടിട്ടൊന്നു. കൊള്ളാം. നീ ചായ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ചായ കിട്ടിട്ടോ. ഇവിടുന്നൊക്കെ ചായക്ക് നല്ല ടേസ്റ്റാണ്. തേയിലത്തോട്ടം അടുത്തായതുകൊണ്ട് എന്ന് മാത്രമല്ല ആ പൊടി ക്രമീകരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇവിടെ ചുറ്റോടി ചുറ്റും ഒരുപാട് തേയിലത്തോട്ടങ്ങളും അതുപോലെ ഫാക്ടറികളും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ വഴി സൈഡിൽ കൂടെ നമുക്ക് ഇഷ്ടംപോലെ സ്പൈസസ് സാധനങ്ങളൊക്കെ മേടിക്കാനും കിട്ടും.
ഇഷ്ടംപോലെ ഇവിടുത്തെ തന്നെ സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഇടുക്കിയുടെ സ്വന്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഏലക്ക, കുരുമുളക്, ജാതി, പത്രി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പട്ടുമല ഭാഗത്തേക്കും കൂടെ പോകാം കേട്ടോ. പട്ടുമല ചെന്നിട്ട് നമുക്ക് അപ്പോൾ ഇവിടുന്ന് ഓട്ടോയൊക്കെ ട്രിപ്പ് എടുത്താൽ പോകണം കേട്ടോ. ഷെയർ ഓട്ടോയാണേ. നമുക്ക് ഈ ഒരു ഓട്ടോയിൽ പാട്ട് കേട്ടൊരു ഷെയർ ഓട്ടോയിൽ പോവാണ്. ബോട്ട് റൈഡ് കിട്ടുമോ? പാമ്പനാറ്റിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വന്ന് പട്ടുമലമാതാ പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ. പള്ളിയുടെ മുകളിലോട്ട് കയറി നമുക്ക് ഇപ്പോൾ ഗോപ്രോയിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. മുകളിലോട്ട് കയറി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ് പട്ടുമലമാതാ പള്ളി. കുരിശുപള്ളി ഇവിടെ ഇതിനോട് ചേർന്ന് അവിടെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വഴി സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട്. ഈ മരങ്ങൾക്കും ഒക്കെ അപ്പുറത്തായിട്ട് നല്ല മനോഹരമായ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ചില കടകളൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട്, ചിലതൊന്നും ഇവിടെ തുറന്നിട്ടില്ല. പള്ളിയുടെ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് അങ്ങോട്ട് കയറി പോകാം. എന്നാൽ നമ്മൾ പള്ളി മുകളിലോട്ട് കയറി എടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ക്യാമറയ്ക്കൊന്നും അലൗഡല്ല. ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ പാമ്പനാർ വന്നു കഴിയുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. ഈ ഒരു ഭാഗത്തും കുറേ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ശബരിമല സീസൺ സംബന്ധിച്ചുള്ള കച്ചവടങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ ഇവിടെ 8 നോയമ്പിനൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ വഴിക്ക് അങ്ങനെ നേരെ പോയാൽ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിപ്പെരിയാർ, കുമളി ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ. ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുമേ. പട്ടുമല എസ്റ്റേറ്റിലേക്ക് ഈ ഗേറ്റിൽ എഴുതിക്കണ്ടോ പട്ടുമല എസ്റ്റേറ്റ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് താഴെ കരടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെയാണേ. ഇവിടെ കണ്ടോ എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. അപ്പുറത്തായിട്ട് തട്ടുതട്ടായിട്ട് കുറേ വീടുകളും കോട്ടേജുകളൊക്കെ ഇങ്ങനെ കാണാം. അതിനിടയ്ക്ക് ഈ മനോഹരമായ തേയിലത്തോട്ടവും. ഈ വഴിക്ക് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് വരാം. അവിടെ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്ററാണ് കേട്ടോ. പാസ്റ്റർ അമ്മാമയാണ്. പള്ളി പോയിട്ട് വരുവാ. അതെ അതെ. എവിടെ പള്ളി? ഈ വഴിക്കാ അല്ലേ? ഏതാ സഭ? പെന്തക്കോസ്ത് സഭ. ഞാൻ IPC-യിലാണ്, അത് ഞാൻ ചോദിച്ചത്. ഈ ആഴ്ച പോയില്ലായിരുന്നു. ഈ ആഴ്ച ഇതുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അമ്മാമ്മയുടെ പേരെങ്ങനെയാ? പേരെങ്ങനെ? മുത്തലക്ഷ്മി. പാസ്റ്റർ പേരോ? വിൽസന്റ്. ഇവിടെ എവിടെ താമസിക്കുന്നത്? വുഡ്ലാൻഡ്സിലാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ പള്ളി പോയിട്ട് വരുവാ ഇങ്ങോട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ വരുമോ? നമ്മൾ ബസ്സെന്നല്ലേ പരിചയപ്പെട്ടെ. സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ കുറച്ച് വ്യൂ ഉണ്ട്, അതൊന്നും കണ്ടും പോയേക്കാം. അതും കൂടെ ഒന്ന് കണ്ടിട്ട് ശരി എന്നാൽ പോയിട്ട്. ഓക്കെ. അപ്പോളേ നമ്മളെ പാസ്റ്ററെ ഉണ്ടല്ലോ ബസ്സെ വെച്ച് പരിചയപ്പെടണ്ട. പാസ്റ്ററോടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ ചോദിച്ചായിരുന്നേ. കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ. പുള്ളി വുഡ്ലാൻഡ്സിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട്. ഇവരിവിടെ ഇവർക്കൊരു പള്ളിയുണ്ട്. ആ പള്ളി പോയിട്ട് വരുന്ന വഴിയാണ്. പട്ടുമല നമ്മളെ ഈ എസ്റ്റേറ്റ് റോഡ് കയറി വന്നു കഴിയുമ്പോണ്ടല്ലോ, ഇതാ ഇങ്ങോട്ട് നോക്കി. ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടോ. തേയിലത്തോട്ടം ആണെങ്കിലും ഉണ്ടല്ലോ, അങ്ങ് ദൂരോട്ടൊക്കെ കണ്ടോ. ആ കാണുന്നതൊക്കെ എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന പഴയ ലയങ്ങളൊക്കെയാണേ. അതിനിടയ്ക്കൂടെ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പം മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തായാലും വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അവിടെ കുറച്ച് എന്തൊക്കെയോ കടകമ്പോളങ്ങളോ എന്തൊക്കെ പരിപാടികളുണ്ട്. ഒരു ദിവസം സ്കൂട്ടറായി ഈ വഴിക്കൊന്ന് പോയി നോക്കണം. അപ്പം ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കുറേ ദൂര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാം അല്ലേ. ഇവരുടെ വ്ളോഗിങ് കണ്ടോ? അതാണ് ബെറ്റർ വ്ളോഗിങ്. അടിപൊളി. അങ്ങനെ വ്ളോഗ് ചെയ്യാം കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. അവരുടെ പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ പട്ടുമല പള്ളി ഈ ഒരു ഭാഗത്തുനിന്ന് കാണാനാണ് ഒരുപാട് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ
കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏലപ്പാറ ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വീഡിയോ എടുത്തായിരുന്നു. ഈ ആഴ്ച നമ്മൾ വന്നത് പാമ്പനാർ ഭാഗത്തേക്കാണ്. ഇവിടെയും അതിമനോഹരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ചന്തയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഞായറാഴ്ചകളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ചന്തകൾ കൂടുന്നൊരു വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അത് ആഴ്ചയിൽ ഒന്നൊക്കെ പറ്റുള്ളേ, എല്ലാ ദിവസവും ചന്തയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നത് പാമ്പനാറാണ്. പാമ്പനാർ വന്നിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പൊക്കെ ചെയ്യാം കേട്ടോ. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ.